ഹലോ ഡേസ് സലോ ഇൻവെസ്റ്റേഴ്സ് സിയാദിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി ഇന്ന് പറന്നു, സെൻസെക്സ് പറന്നു. ബാങ്കിങ് FMCG സ്റ്റോക്കുകളുടെ പിൻബലത്തോടെ കൂടാതെ റിലയൻസിന്റെ ഒരു പങ്കാളിത്തം എടുത്ത് പറയണം. 1.75% റാലി റിലയൻസ് നടത്തി. റിലയൻസ് ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കാണ്. തേഴ്സ്ഡേ റിലയൻസിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. നിഫ്റ്റി അങ്ങനെ 25,600 ഒരു ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എങ്കിലും 1% റാലി നിഫ്റ്റി നടത്തി. സെൻസെക്സും ഏകദേശം 862 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 600 പോയിന്റ് അടുത്ത് റാലി രേഖപ്പെടുത്തി. 623 പോയിന്റ് ബാങ്ക് നിഫ്റ്റി റാലി രേഖപ്പെടുത്തി. ദീപാവലി അടുക്കുകയാണ്, ഗോൾഡ് പ്രൈസ് കൂടുകയാണ്. ടൈറ്റാൻ 3% റാലി രേഖപ്പെടുത്തി. FMCG ജെയിന്റ് കമ്പനിയായിട്ടുള്ള നെസ്ലെ റിസൾട്ടിന് ശേഷം 4% റാലി രേഖപ്പെടുത്തി. ഇന്നലെയും നെസ്ലെ റാലി രേഖപ്പെടുത്തിയിരുന്നു 3%. അപ്പോൾ 2 ദിവസം കൊണ്ട് ഏകദേശം 7% നെസ്ലെ റാലി രേഖപ്പെടുത്തി. ഇനി ഇടിഞ്ഞ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എറ്റേണൽ 3% ഒരു ഫോള്. മാനേജ്മെന്റ് കമന്ററി അത്ര മ്യൂട്ടഡ് ആയിട്ടുള്ള ഗൈഡൻസ് ആണ് ഈ എറ്റേണലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 3% ഫോള്. കൂടാതെ തന്നെ KEI ഇൻഡസ്ട്രീസ് ഇവരുടെ പുതിയ പ്ലാന്റിന്റെ അനൗൺസ്മെന്റ് കമ്പനി ചെയ്തിരുന്നു. അപ്പോൾ അത് ഡിലേ ഉണ്ടാകുമെന്നുള്ള ഒരു ന്യൂസ് വന്നു. അതിനെ തുടർന്ന് 6% ഒരു ഫോള് രേഖപ്പെടുത്തി. അങ്ങനെ മാർക്കറ്റ് ഇന്ന് ഗംഭീരമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നെസ്ലെ, ടാറ്റ കൺസ്യൂമർ, കൊട്ടാക്ക്, ടൈറ്റാൻ, ആക്സിസ് ബാങ്ക് എല്ലാം തന്നെ മികച്ച റാലി. HDFC ലൈഫ്, എറ്റേണൽ, ശ്രീറാം ഫിനാൻസിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഗ്യാപ്പ് അപ്പിൽ തന്നെ. ഇന്നത്തെ ഹൈ തന്നെയാണ് ഇന്നത്തെ ലോ. പിന്നീട് നിഫ്റ്റി കുതിച്ച് മുന്നേറി 25,600 മറികടന്ന് പോയി. അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് 25,566 നിഫ്റ്റി സെറ്റിൽ ചെയ്തു. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ്. ഏറ്റവും താഴെ FTSE, മുകളിൽ CSE ഫ്രാൻസ്, അതിന് മുകളിൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ്. മാർക്കറ്റ് ഉയർന്നതിൽ കൂടിയും ഇന്ത്യ വിക്സ് ഇന്ന് 3% സ്പൈക്ക് ഉണ്ടായിരുന്നു. അതിന് മുകളിൽ ജർമ്മൻ മാർക്കറ്റ് 634 പോയിന്റ്, കൊറിയ, ചൈന, ഓസ്ട്രേലിയ റാലി രേഖപ്പെടുത്തി. ഗോൾഡിന്റെ കുതിപ്പ് അത് നിൽക്കുന്നില്ല. ഇന്ന് $31 പെർ ഔൺസിന് ഉയർന്നു കാണാം. XAU/USD ആണ് ഗോൾഡ് ഉള്ളത്. ബ്രന്റ് ഓയിൽ 62, ബിറ്റ്കോയിൻ 811 പോയിന്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. ഡോ ഫ്യൂച്ചറും 191 പോയിന്റിന്റെ ഒരു റാലിയിലാണ് ഉള്ളത്. രാവിലെ നമ്മൾ കണ്ട ന്യൂസ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇനി ഓയിൽ വാങ്ങില്ല എന്നൊക്കെ ഉള്ള ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യ അതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഈ കോവിഡിന് ശേഷമൊക്കെ ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമുക്ക് വളരെ ഡിസ്കൗണ്ട് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഓയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിർത്തുക എന്ന് പറയുന്നത് അത് എത്രത്തോളം അതിൽ വാസ്തവം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഇന്ന് പ്രീ മാർക്കറ്റിലൊന്നൊക്കെ ഉൾപ്പെടുത്താതെ ഇരുന്നത് ആ ന്യൂസ്. കാരണം ആരോ കമൻറ്റ് ചെയ്ത പോലെ തന്നെ ട്രംപ് എന്ത് പറയുന്നു എന്ന് നമുക്കൊരു ധാരണയില്ല. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ബോർഡർ ടെൻഷൻ ഉണ്ടായത് അതിൻ്റെ ക്രെഡിറ്റ് വരെ ട്രംപ് ഇടപെട്ടാണ് ആ ഒരു ബോർഡർ ടെൻഷൻ മാറിയത് എന്ന ആ ഒരു ക്രെഡിറ്റ് വരെ എടുക്കാനായിട്ട് ട്രംപ് കൂട്ടാക്കാൻ പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്തും പറയാം. ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അറിഞ്ഞതിന് ശേഷം നമുക്കത് ന്യൂസിൽ വിശദമായിട്ടൊക്കെ ചർച്ച ചെയ്യാം. നമുക്ക് നേരെ ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, കളക്ട് ചെയ്ത സ്റ്റോക്കുകളുടെ വാർത്തകളാണ്. സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകൾ, FNO, സ്വിങ്, കമ്മോഡിറ്റി ഇതെല്ലാം തന്നെ കുറഞ്ഞ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് കമ്പനി നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. ശ്യാം മെറ്റാലിക് കമ്പനീനെ ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. ഇവർ 10,000 കോടി രൂപ ഇവരുടെ പ്രൊജക്റ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനം എടുത്തിട്ടുണ്ട്. ഉടനടിയല്ല, 2031 കൂടിയിട്ട് ഇവർ ഈ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തും. ഇൻഫോസിസ് നെറ്റ് പ്രോഫിറ്റ് 13% ഇയർ ഓൺ ഇയർ ഉയർന്ന് 7,364 കോടി രൂപ കരസ്ഥമാക്കി. വിപ്രോ നെറ്റ് പ്രോഫിറ്റ് 1% ഉയർന്ന് 3,246 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 2% ഉയർന്നു. എറ്റേണൽ നെറ്റ് പ്രോഫിറ്റ് 4%, പ്രോഫിറ്റ് അല്ല നെറ്റ് പ്രോഫിറ്റ് 63% ഇയർ ഓൺ ഇയർ കുറഞ്ഞു. L&T Mindtree നെറ്റ് പ്രോഫിറ്റ് 12% ഉയർന്നു. JSW ഇൻഫ്രാ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 2.8% ഇയർ ഓൺ ഇയർ ഡിക്ലൈൻ ആയിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 11.5% ഉയർന്നു. CNT കമ്പനി നെറ്റ് പ്രോഫിറ്റ് 127 CR ആണ്. 28%
ഇയർലിയർ നെറ്റ് പ്രോഫിറ്റ്, അതായത് 179 കോടി രൂപയിൽ നിന്ന് 28% കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. കജാരിയ സെറാമിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 58% റാലി രേഖപ്പെടുത്തി. HCL ടെക് ഇവർ സാപ്ലർ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് AI ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് കൊളാബ് ചെയ്തു. അലോക് ഇൻഡസ്ട്രീസ് 262 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 162 കോടി രൂപ ലോസാണ്. ലോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റി. ബയോകോൺ കമ്പനി US സിവിക്ക എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. ഡോക്ടർ റെഡ്ഡി ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീനെ ഡോക്ടർ റെഡ്ഡി അക്യൂർ ചെയ്തു. ജി എൻ്റർടൈൻമെൻറ്റ് കമ്പനി 180 കോടി രൂപയിൽ നിന്ന് 65 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. PNC ഇൻഫ്ര കമ്പനി 297 കോടി രൂപയുടെ ഒരു എയർപോർട്ടിൻ്റെ ഓർഡർ ലഭിച്ചു. ഭാരത് ഫോർജ് കമ്പനി റോൾസ് റോയ്സ് ആയിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട് കമ്പനി. യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസ് കമ്പനി ഇവർ വെനീസിയയിൽ നിന്ന് പുതിയൊരു ഓർഡർ ലഭിച്ചു. മോൾടെക് ടെക്നോളജി കമ്പനി $1 മില്യൺ ഇവർ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ബേർൽ എഞ്ചിനീയേഴ്സിൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ആർക്കേഡ് ഡെവലപ്പേഴ്സ് കമ്പനി 43 കോടി രൂപ, ഇതവണ 44 കോടി രൂപ. പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടപോലെ തന്നെ, കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടപോലെ തന്നെ ദീപാവലി അടുക്കും തോറും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്രഷ് ബൈയിങ് കാണാറുണ്ട്. അപ്പോൾ അത് കണ്ടു. പിന്നെ മികച്ച IT റിസൾട്ട് വന്നു. റിലയൻസിൻ്റെ നല്ലൊരു റിസൾട്ട് ആകുമെന്നുള്ള പ്രതീക്ഷ അത് ഇന്ന് റാലി രേഖപ്പെടുത്തി. ഒരു കാര്യമുള്ളത്, റിലയൻസ് GDRൽ ഇന്നലെ ഏകദേശം ഒരു 1.5% റാലി ഉണ്ടായിരുന്നു GDRൽ. അതായത് ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ GDRൽ. അത് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. കൂടാതെ തന്നെ HDFC ഉൾപ്പെടെയുള്ള കമ്പനീസ് ADRൽ പോസിറ്റീവായിരുന്നു. അപ്പോൾ അതായത് ഇന്നലെ റിലയൻസ് അല്ലെങ്കിൽ ഇന്നലെ ഇന്ത്യൻ കമ്പനികൾ പെർഫോമൻസ് നടത്താതെ ADRൽ പെർഫോമൻസ് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് രാവിലെ നിന്ന് ഒരു ഗ്യാപ്പ് അപ്പ് കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇന്നത്തെ FISൻ്റെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമ്മുടെ കമൻറ്റിൽ FISൻ്റെ ആക്ടിവിറ്റീസ് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ബിഗ് സല്യൂട്ട്. കാരണം അത് നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ന്യൂസ് ചെയ്യുന്ന സമയത്ത് FI ഡേറ്റ അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പക്ഷേ ന്യൂസ് പോസ്റ്റ് ചെയ്യുന്നത് 7 മണിക്കാണ്. അപ്പോൾ 7 മണിക്ക് ശേഷം FISൻ്റെ ഡേറ്റ വരുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ അവരുടെ ഡേറ്റ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് അവർ ബയേഴ്സ് ആണെങ്കിൽ, FIS ഇന്ന് ബയേഴ്സ് ആണെങ്കിൽ അവർ മാർക്കറ്റിലേക്ക് ഒരു ബൈയിങ് സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവന്നേക്കാം. കാരണം FISൻ്റെ ആക്ടിവിറ്റീസ് ആണല്ലോ എന്നിരുന്നാൽ കൂടിയും മാർക്കറ്റിനെ സ്റ്റേബിളായ രീതിയിൽ നിലനിർത്തുന്നത്. അപ്പോൾ എനിവേ അവർ ബയേഴ്സ് ആവട്ടെ എന്ന് പ്രത്യാശിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ വൈകിട്ട് നിങ്ങൾ ന്യൂസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കാം. അപ്പോൾ FISൻ്റെ ആക്ടിവിറ്റീസ് കാണാം. അപ്പോൾ ചാനൽ നിങ്ങൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ന്യൂസ് അറിയാതെ ഒരുപാട് പേര് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതൊരു ഗുണമാകും. നിങ്ങൾ ചെയ്യുന്നത് ഒരു നല്ലൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ എടുക്കുക. ന്യൂസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യുക അല്ല നിങ്ങൾ ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്ന ആളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.